ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ് ഡോണറ്റ്. നല്ല മഴയുള്ള ടൈമിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു സ്നാക്ക് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കണ്ടു നോക്കി നോക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതിനായിട്ട് ഫസ്റ്റിൽ ഞാൻ ഇവിടെ ഒരു ബൗളിൽ 3 ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങാണ്, അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളത് ആദ്യം മാഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായി മാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂണും ഒരു സവാള നന്നായി ഫൈൻലി ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറി ലീവ്സും അതേപോലെ മല്ലിച്ചപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഡോ പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവ ഓരോന്നും ഒരു ലെമൺ സൈസിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ചെറിയ ബോളുകളാക്കിയിട്ട് ഒന്നെങ്കിൽ ഇതേപോലെ ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ബോളുകളാക്കിയതിന് ശേഷം അത് നമ്മൾ കോഴിമുട്ടയിലും, ഞാനിവിടെ ഒരു 2 കോഴിമുട്ട നന്നായി അടിച്ചു വെച്ചിട്ടുണ്ട്, അതും അതേപോലെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്കത് അതേ ഷേപ്പിൽ തന്നെ കിട്ടും. മറ്റേതാകുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡോണറ്റ് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ഡോണറ്റായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ പുറമെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തതുകൊണ്ട് അത് വേഗം മുരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമ്മൾ സാധാരണ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്നതെടുക്കുന്ന അതേപോലെ തന്നെ. ഇനി ഓരോ ഭാഗം റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡോണറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാൻ അടുത്ത ബാച്ചും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അതും നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.